വാർത്തയിലേക്ക്. സിനിമാ സംഘടനകളിൽ പോര് മുറുകുന്നു. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെ തുറന്നടിച്ച് സജി നന്ദ്യാട്ട്. ചേംബർ പ്രസിഡന്റ് ആകാതിരിക്കാൻ ലക്ഷ്യമിട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്നും ഇതിന് പിന്നിൽ നിർമ്മാതാവ് അനിൽ തോമസ് ആണെന്നും സജി നന്ദ്യാട്ട് തുറന്നടിച്ചു. സാന്ദ്ര തോമസിനെ വ്യക്തിപരമായല്ല, സാന്ദ്ര പറഞ്ഞ ചില നിലപാടുകളെയാണ് പിന്തുണച്ചതെന്നും സജി നന്ദ്യാട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ: ഞാൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നുണ്ട്, ട്രഷററായി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത്, നിങ്ങൾ സാന്ദ്രയെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ 2 സീറ്റിൽ മത്സരിക്കുന്നത്? സാന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കില്ല. പക്ഷെ സാന്ദ്ര പറഞ്ഞ ചില ആശയങ്ങളെ, ചില കാര്യങ്ങളെ അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണയ്ക്കേണ്ടി വരും. അനിൽ തോമസ് 3 സിനിമ എടുക്കും. നമുക്കറിയാം, പ്രൊഡ്യൂസർ അസോസിയേഷനിലെ നിയമം അറിയാലോ, ഓഫീസ് ബാറായിട്ട് മത്സരിക്കുന്ന 3 സിനിമ കാണും. അനിൽ തോമസ് 3 സിനിമ നിർമ്മിച്ചതാണ്. ഈയിടെ നിർമ്മിച്ച സിനിമയുടെ പറയാൻ ഇതുവരെ ഒരു ഡോക്ടറാണ്. ഈ ആള് പരാതി കൊടുത്തു, 85 ലക്ഷം രൂപ അയാളെ ഇല്ലാതാക്കി. എന്നിട്ട് അയാളോട് പറഞ്ഞു, എനിക്ക് ചാനലിൽ പിടിയുണ്ട്, അപ്പൊ ഞാൻ ചാനലിൽ വിട്ടുതരാം. അയാളെ കൊണ്ട് പേര് വെപ്പിച്ചു, സെൻസസ് സർട്ടിഫിക്കറ്റ്. അറിയോ, അയാളുടെ വോയിസ് എന്നെ കിടപ്പുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്ന അനിൽ തോമസിനെ, ഞാൻ വെല്ലുവിളിക്കാണ്. ധൈര്യം കൊണ്ട് അനിൽ തോമസ് എനിക്ക് മഹാരാഷ്ട്ര കൊടുക്കുക. അതേസമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസ് നൽകിയ ഹർജികളിൽ എറണാകുളം ജില്ലാ സബ് കോടതി ഇന്ന് വിധി പറയും. നവമി ദിനേശ് നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. നവമി, ഏറ്റവും പ്രധാനമായി സിനിമാ സംഘടനകളിലുള്ള പോര് ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം സജി നന്ദ്യാട്ട് രാജിവെച്ചതടക്കം നമ്മൾ കണ്ടു. ഇപ്പോഴിതാ ഈ ചേംബർ പ്രസിഡന്റ് ആവാതിരിക്കാൻ തന്നെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുകയാണ്, തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്നാണ് സജി നന്ദ്യാട്ട് പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? വിശദാംശങ്ങൾ. ഭവ്യ, അമ്മ തെരഞ്ഞെടുപ്പിന്റെ പരസ്പരം വിരിപ്പലക്കലും പരാതികളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഒരു ശമനം നിൽക്കുമ്പോഴാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. നേരത്തെ തന്നെ സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നാടകീയ നീക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. സാന്ദ്ര തോമസിന്റെ ഹർജിയിൽ ഇന്ന് വിധി പറയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇന്ന് വിധി സാന്ദ്ര തോമസിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അനുകൂലമാകുകയാണെങ്കിൽ സാന്ദ്ര തോമസിന് ഈ വരുന്ന 14-ാം തീയതി നടക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകും. ആ സമയം തന്നെയാണ് സജി നന്ദ്യാട്ട് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. 10 വർഷമായി താൻ ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷെ 10 ദിവസത്തിൽ ഈ വലിയ ഒരു നാടകമാണ് ഇപ്പോൾ നടക്കുന്നത്. ചേംബർ പ്രസിഡന്റ് ആകരുത് എന്നാണ് ലക്ഷ്യം. സജി നന്ദ്യാട്ട് ചേംബറിന്റെ പ്രസിഡന്റ് ആകരുത് എന്നാണ് ചിലരുടെ ലക്ഷ്യം. അതിന് തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണം കണ്ടെത്തി മത്സരിപ്പിക്കാതിരിക്കാനുള്ള ലക്ഷ്യത്തിലേക്കാണ് ഒരു ലോബി തന്നെ ഇതിന്റെ ഭാഗമായി നടക്കുന്നു എന്ന് കൂടി സജി നന്ദ്യാട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഭരണാധികാരിയെ പുറത്താക്കണമെന്ന് താൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. സമാനമായ ഒരു കാര്യം തന്നെയായിരുന്നു സാന്ദ്ര തോമസും പറഞ്ഞത്. കാരണം ഭരണാധികാരി വർഷങ്ങളായി ഒരാൾ തന്നെയാണ്. അയാൾ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. മത്സരിക്കാതിരിക്കാൻ വേണ്ടി, സ്ഥാനാർത്ഥികൾ മത്സരിക്കാതിരിക്കുന്നതിന് വേണ്ടി കള്ളത്തെളിവുകൾ കണ്ടെത്തി അവരെ പുറത്താക്കുന്ന, അല്ലെങ്കിൽ മത്സരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക തള്ളുന്ന സാഹചര്യത്തിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു പാവയെ പോലെ ചിലർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഭരണാധികാരി എന്ന് സാന്ദ്ര തോമസ് നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ സജി നന്ദ്യാട്ടും പറയുന്നത്. ഈ പാർട്ട്ണർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു രേഖയിൽ പ്രൊപ്പറേറ്റർ എന്ന് എഴുതിയതാണ് ഇത്ര വലിയൊരു പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നത്. അവർ ഇതിനെ വ്യാജരേഖയായാണ് കണക്കാക്കുന്നത്. ഫിലിം ചേംബറിന്റെ കെട്ടിട നിർമ്മാണത്തിലുണ്ടായ അഴിമതി അത് താൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് മുതലാണ് തന്നെ അവർ ഒരു ശത്രുപക്ഷത്ത് കാണുന്നത്. ഒപ്പം സാന്ദ്ര തോമസിനെ അനുകൂലിച്ചതും ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് വരുന്നു എന്ന ഒരു രൂക്ഷ വിമർശനം കൂടി ഈ സജി നന്ദ്യാട്ട് ഉന്നയിക്കുകയും മനഃപൂർവ്വം തന്നെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു എന്നാണ് സാന്ദ്ര തോമസ് പറഞ്ഞത്. ആ ഹർജിയിൽ എന്തായാലും ഇന്ന് വിധി ഉണ്ടാകും. അതേ ഇപ്പോൾ നവമി പറഞ്ഞതുപോലെ തന്നെ സാന്ദ്രയെ അനുകൂലിച്ചതുകൊണ്ട് സജി നന്ദ്യാട്ട് തനിക്ക് ഭീഷണിയുണ്ട്, തന്നെ മാറ്റി നിർത്തുന്നു എന്നുള്ള ആരോപണം അദ്ദേഹവും ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് വിധി വരും. ആ വിധി വന്ന ശേഷം സാന്ദ്ര തോമസിന് അനുകൂലമായ വിധിയാണ് ഉണ്ടാവുന്നതെങ്കിൽ അവരുടെ പ്രതികരണം അത് ശ്രദ്ധേയമായിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലെ നവമി? അതെ ഭവ്യ, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. സാന്ദ്ര തോമസും വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കാരണം താൻ കൊടുത്ത ഈ സെൻസർ സർട്ടിഫിക്കറ്റ് അടക്കം തന്റെ പേരിലുണ്ടെന്ന് ഇതിന്റെ തെളിവുകൾ അടക്കമാണ് സാന്ദ്ര തോമസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ബൈലോ പ്രകാരം
തനിക്ക് ഇതിൽ മത്സരിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നുകൂടി സാന്ദ്ര ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും കോടതിയുടെ വിധിയാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. ഏകദേശം 11:30 വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാന്ദ്ര തോമസിന് അനുകൂലമാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസ് മത്സരിക്കുമെന്ന് ഉറപ്പാണ്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.